ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ ഇന്ന് ഡേ 22 ആണ് നമ്മുടെ 30-30 ചാലഞ്ചിലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ അതായത് ഡേ 22-ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കൂ. കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടെ തന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, GK ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ എന്തായാലും അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 22-ലെ GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ GK ക്വസ്റ്റ്യൻസ് ഡേ 22-ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം മുഹമ്മദ് ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേരെന്താണ്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ആ നാടകത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? കഥാബീജം എന്നുള്ളതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരേ ഒരു നാടകത്തിൻ്റെ പേര്, കഥാബീജം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടൈം മാഗസീൻ്റെ 2022-ലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ടൈം മാഗസീൻ്റെ 2022-ലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? വ്ളാഡിമിർ സെലൻസ്കി ആണ് ടൈം മാഗസീൻ്റെ 2022-ലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. വ്ളാഡിമിർ സെലൻസ്കി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, T20 ലോകകപ്പ് 2024 വിജയത്തിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങളുടെ പേര്. അതായത് T20 ലോകകപ്പിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ക്രിക്കറ്റ് താരങ്ങളുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആരൊക്കെയാണ്? വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ. ഇവരൊക്കെയാണ് T20 ലോകകപ്പ് വിജയിച്ചതിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങൾ. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, പുതുതായി ഭൗമസൂചിക പദവി ലഭിച്ച വെളുത്തുള്ളി ഇനം. പുതുതായി ഭൗമസൂചിക പദവി ലഭിച്ച വെളുത്തുള്ളി ഇനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളിയാണ് പുതുതായി ഭൗമസൂചിക പദവി ലഭിച്ച വെളുത്തുള്ളി ഇനം. കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് വൺ, 2023-ലെ ഇന്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ കിരീട ജേതാക്കളായ ടീം. 2023-ലെ ഇന്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ കിരീട ജേതാക്കളായ ടീം ഏതാണ്? ഇന്ത്യയാണ് 2023-ലെ ഇന്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ കിരീട ജേതാക്കൾ, ഇന്ത്യ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ സൂപ്പർ 1000 സീരീസ് ടൂർണമെൻറ്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ സഖ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിൽ നിന്നാണ്. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ സൂപ്പർ 1000 സീരീസ് ടൂർണമെൻറ്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ സഖ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ, വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഉജ്ജീവനം എന്നുള്ളതാണ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്, ഉജ്ജീവനം. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? മോഗ എന്ന കാട്ടുപോത്താണ് ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം, മോഗ എന്ന കാട്ടുപോത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നയൻത്ത് വൺ. എയ്ത്ത് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് നമ്മുടെ നയൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023-ലെ മലയാള വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആര് എന്നുള്ളതാണ് ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023-ലെ
മലയാള വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? പ്രിയ AS ആണ് ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. ഏത് നോവലാണ്? നോവൽ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന പേരിലുള്ള നോവലിനാണ് പ്രിയ ASന് ബാലസാഹിത്യ പുരസ്കാര വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി 2023 മലയാളത്തിൽ കിട്ടിയിട്ടുള്ളത്. പ്രിയ ASന് നോവൽ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ഓക്കെ. 10th ക്വസ്റ്റ്യൻ. ഇവിടെ ചെറിയൊരു സ്പേസിങ് ഇഷ്യൂ വന്നതാണ്, ഒന്നിച്ച് ടൈപ്പായി പോയതാണത്. 10th ക്വസ്റ്റ്യൻ. നൂറ്റാണ്ടിന് മുമ്പ് തകർന്ന ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ 5 പേരുമായി ആഴക്കടലിലേക്ക് പോയി തകർന്ന ഓപ്ഷൻ ഗേറ്റ് കമ്പനിയുടെ പേടകം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ടൈറ്റാൻ എന്ന പേടകമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തകർന്ന ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ 5 പേരുമായി ആഴക്കടലിലേക്ക് പോയി തകർന്ന പേടകം ഏതാണ്? ടൈറ്റാൻ ആണ്. 11th ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാർ പങ്കെടുത്ത പൊതുപരിപാടി എന്ന ലോക റെക്കോർഡ് നേടിയത് ഏത് പരിപാടിയാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് പരിപാടിയാണ്? UN ആസ്ഥാനത്ത് നടന്ന യോഗ പരിപാടിയിലാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാർ പങ്കെടുത്ത പൊതുപരിപാടി എന്ന ലോക റെക്കോർഡ് നേടിയത്. UN ആസ്ഥാനത്ത് നടന്ന യോഗ പരിപാടിക്കാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12th വൺ. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? സർപ്പയജ്ഞം എന്നുള്ളതാണ് വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതിയുടെ പേര്. സർപ്പയജ്ഞം. 13th ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റിക് ദുരുപയോഗത്തിനെതിരെ പഞ്ചായത്ത് ജീവനക്കാർ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം. പ്ലാസ്റ്റിക് ദുരുപയോഗത്തിനെതിരെ പഞ്ചായത്ത് ജീവനക്കാർ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം ഏതാണ്? പാറ്റ എന്നുള്ളതാണ് പ്ലാസ്റ്റിക് ദുരുപയോഗത്തിനെതിരെ പഞ്ചായത്ത് ജീവനക്കാർ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. പാറ്റ. 14th വൺ. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിൻ്റെ പ്രചാരണ പ്രോഗ്രാം. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിൻ്റെ പ്രചരണ പ്രോഗ്രാം ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഭാരത് ഇൻ പാരീസ് എന്നുള്ളതായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിൻ്റെ പ്രചരണ പ്രോഗ്രാം. 15th ക്വസ്റ്റ്യൻ. 2022 നിയമസഭയിൽ മഷിപ്പേന നിരോധിച്ച സംസ്ഥാനം. 2022 നിയമസഭയിൽ മഷിപ്പേന നിരോധിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് 2022 നിയമസഭയിൽ മഷിപ്പേന നിരോധിച്ച സംസ്ഥാനം. മഹാരാഷ്ട്ര. 16th ക്വസ്റ്റ്യൻ. 2022 ഡോൾഫിൻ സെൻസസ് ആരംഭിച്ച ഒഡീഷയിലെ ദേശീയോദ്യാനം. 2022 ഡോൾഫിൻ സെൻസസ് ആരംഭിച്ച ഒഡീഷയിലെ ദേശീയോദ്യാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഭിത്താർക്കനിയ എന്ന പേരിലുള്ള ദേശീയോദ്യാനത്തിലാണ് 2022 ഡോൾഫിൻ സെൻസസ് ആരംഭിച്ചത്. ഈ ഭിത്താർക്കനിയ എന്നുള്ള ദേശീയോദ്യാനം ഒഡീഷയിലാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 17th വൺ. 2023 അയർലാൻഡിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. 2023 അയർലാൻഡിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആരായിരുന്നു? ലിയോ വരദ്കർ ആണ് 2023 അയർലൻഡിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ. ലിയോ വരദ്കർ. 18th ക്വസ്റ്റ്യൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. 19th ക്വസ്റ്റ്യൻ. 2023 ജൂലൈയിൽ ഉത്തര കൊറിയ പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര മിസൈൽ. 2023 ജൂലൈയിൽ ഉത്തര കൊറിയ പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര മിസൈൽ ഏതാണ്? ഹ്വാസോങ് 18. ഹ്വാസോങ് 18 ആണ് 2023 ജൂലൈയിൽ ഉത്തര കൊറിയ പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര മിസൈൽ. ഹ്വാസോങ് 18. 20ാമത്തെ ക്വസ്റ്റ്യനാണ്. സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ പോലീസ് സൈബർ സേനയെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം. സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ പോലീസ് സൈബർ സേനയെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? കേരളം ആണ്. 21st ക്വസ്റ്റ്യൻ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര്. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്നുള്ളതാണ് ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര്. ബഷീറിൻ്റെ ഐരാവതങ്ങൾ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഇവിടെ ജീവചരിത്രമാണ് കണ്ടത്, ഇവിടെ ആത്മകഥയാണ്. ഓക്കെ, ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ എന്നുള്ളതാണ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്. ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയാണ്. ഓക്കെ, ഓട്ടോബയോഗ്രഫിയുടെ പേര് ഓർമ്മയുടെ അറകൾ, ബയോഗ്രഫിയുടെ പേര് ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ, സ്ത്രീ ശാക്തീകരണത്തിനും ഗാർഹിക പീഡനം തുടങ്ങിയ സ്ത്രീകളുടെ പരാതികളിൽ വേഗം തീർപ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിൽ നിലവിൽ വരുന്ന സംവിധാനം ഏതാണ്? അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? നാരി അദാലത്ത് എന്നുള്ളതാണ്. സ്ത്രീ ശാക്തീകരണത്തിനും ഗാർഹിക പീഡനം തുടങ്ങിയ സ്ത്രീകളുടെ പരാതികളിൽ വേഗം തീർപ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിൽ നിലവിൽ വരുന്ന സംവിധാനം നാരി അദാലത്ത് ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? LTT 9779b ആണ് സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. LTT 9779b ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25th വൺ, ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? നാസിക് ആണ് ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത്. നാസിക് ഇന്ത്യയുടെ മുന്തിരി നഗരം. 26th ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗേറ്റിൻ്റെ ശില്പി. ഇന്ത്യ ഗേറ്റിൻ്റെ ശില്പി ആരാണ്? എഡ്വിൻ ലൂട്ടിൻസ് ആണ് ഇന്ത്യ ഗേറ്റിൻ്റെ ശില്പി. എഡ്വിൻ ലൂട്ടിൻസ് ഇന്ത്യ ഗേറ്റിൻ്റെ ശില്പി. 27th ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്ഥിരം വേദി. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്ഥിരം വേദി ഏതാണ്? ഗോവയിലെ പനാഞ്ചിയാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്ഥിരം വേദി. ഗോവയിലെ പനാഞ്ചി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം. ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഏതാണ്? അലഹാബാദ് ആണ് ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം. അലഹാബാദ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 29th വൺ, ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അരുണാചൽ പ്രദേശ്. 30th ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഉറക്കമില്ലാത്ത നഗരം എന്നറിയപ്പെടുന്നത്. ഉറക്കമില്ലാത്ത നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? മുംബൈ ആണ് ഉറക്കമില്ലാത്ത നഗരം എന്നറിയപ്പെടുന്നത്. മുംബൈ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ 22-ലെ 30 GK ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇതുപോലെ 30 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.